നമസ്കാരം. 10 വർഷത്തെ ഭരണം കൊണ്ട് ഞങ്ങൾക്ക് മതിയായി, കട്ടക്ക് പുറത്ത് വിജയ എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ മാറ്റി നിർത്തിക്കൊണ്ട് UDF-നെ മലയാളികൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 102 സീറ്റ് വലിയ വിജയമാണ്. ഒരു തരംഗം തന്നെ UDF-ന് അനുകൂലമായി ഉണ്ടായിരിക്കുന്നു. LDF ആകട്ടെ 35 സീറ്റ്, അതിൽ 26 സീറ്റ് CPM-ഉം 8 സീറ്റ് CPI-യും 1 സീറ്റ് LJD. ഇങ്ങനെയാണ് ഫലം. ഇതിൽ അഭിമാനാർഹമായ നേട്ടം 3 സീറ്റ് എന്ന നേട്ടവുമായി ശിരസ്സുയർത്തി പിടിച്ചു നിൽക്കുകയാണ് BJP-യും NDA-യും. എന്താണ് CPM-ന് ഇങ്ങനെ ഇത്രയ്ക്കും വലിയൊരു തിരിച്ചടി കിട്ടാൻ കാരണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. CPM-നെയും കോൺഗ്രസിനെയും രണ്ട് രീതിയിലാണ് മലയാളികൾ കാണുന്നത്. കോൺഗ്രസ് അല്പം അഴിമതി കാണിച്ചാലോ, കുടുംബാധിപത്യം കാണിച്ചാലോ, നേതാക്കന്മാരുടെ താൻപോരിമ കാണിച്ചാലോ മലയാളികൾ അത് വകവെക്കാറില്ല. മറിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കേഡർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന CPM അഭിപ്രായ രൂപീകരണവും അല്ലെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യവും ഉൾപാർട്ടി തർക്കങ്ങളും ചർച്ചകളും ഒക്കെ മുന്നോട്ട് പോയി ഒരു ജനാധിപത്യ രീതിയിൽ പോകുന്നു. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് പോകുമ്പോൾ ആരും അതിൽ പ്രത്യേകിച്ച് അപ്രമാദിത്വം കാണിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മലയാളികൾ വിചാരിക്കാറ്. CPM-ന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ അതിൽ ഏതെങ്കിലും നേതാവിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും കാണിക്കുന്നത് മലയാളികൾക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ കോൺഗ്രസിനെ ആണെങ്കിൽ കുറച്ചൊക്കെ ഒഴിവ് നൽകും. ഇവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് തന്നെയാണ്, അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ഉപഗ്രഹങ്ങളെ പോലെയുള്ള CPM നേതാക്കന്മാർ തന്നെയാണ് ആ പാർട്ടിയുടെ ദയനീയ അവസ്ഥയ്ക്ക് കാരണം. ആദ്യകാലങ്ങളിലൊക്കെ തിരിച്ചു വരാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ പൊളിറ്റിക്കൽ സ്ഥിതി, രാഷ്ട്രീയ പരിതസ്ഥിതി കേരളത്തിലടക്കം ഇന്ത്യയിലടക്കം അങ്ങേറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ത്രിപുര പോയി, പശ്ചിമ ബംഗാൾ പോയി, ഇതാ കേരളവും പോയിരിക്കുന്നു. തിരിച്ചു വരവ് ഏതാണ്ട് അസാധ്യമാണ് കേരളത്തിൽ പോലും. ഞാനിത് വെറുതെ പറയുകയല്ല, കാരണം അത്രത്തോളം കോട്ടക്കൊത്തളങ്ങളിൽ കേന്ദ്രങ്ങളിൽ പോലും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു CPM-ന്. എന്താണ് ഇതിന് കാരണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ ധിക്കാരങ്ങളിലേക്ക് ഉള്ള വെളിച്ചം വീശുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ തന്നെ പ്രമുഖ ഇടത് സോഷ്യൽ മീഡിയ ഹാൻഡിലായിട്ടുള്ള പോരാളി ഷാജിയിൽ ഒരു ചിത്രം പോസ്റ്റ് ചെയ്തു. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ അത് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷിൻ്റെയും ഭാര്യ ശ്യാമളയുടെയും ഇതുമായിരുന്നു. അതിന് അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: UDF വിജയത്തിൻ്റെ ശില്പികളെന്ന്. എല്ലാ കാലത്തും ഇടതുപക്ഷം അല്ലെങ്കിൽ CPM-നെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടിരുന്ന ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് പോരാളി ഷാജി. അത് തന്നെ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. നോക്കൂ, ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയത്ത് പോലും ഒരു അനുഭാവിയായിട്ടുള്ള ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ള തരത്തിലുള്ള ധിക്കാരം നിറഞ്ഞ ശരീരഭാഷയും ഭാവവും ഇത് ജനങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പാർട്ടിയെ ഒരു കുടുംബാധിപത്യ പാർട്ടിയാക്കി മാറ്റുന്നു, കുറച്ച് ആളുകൾ മാത്രം ഇതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് പോയി. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് അനുസരിക്കുക, അത്രമാത്രം ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട എന്നുള്ള രീതിയിൽ, ഭീഷണിയും വിലവേശലും വേണ്ട, വിരട്ടൽ വേണ്ട എന്നുള്ള രീതിയിൽ ധിക്കാരം നിറഞ്ഞ സമീപനം നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് സോഷ്യലിസവും കമ്മ്യൂണിസവും സിരകളിലേന്തിയ ആളുകൾക്ക് അംഗീകരിക്കാനായില്ല. TK ഗോവിന്ദൻ, അതുപോലെ തന്നെ TI മധുസൂദനന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ധനരാജുമായിട്ടുള്ള രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ഈ തട്ടിപ്പ് തുറന്നു പറഞ്ഞു, ഇതിനെതിരെ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആ സഖാവിനെ ഇല്ലാതാക്കുവാനാണ് ഇവർ ശ്രമിച്ചത്. ധിക്കാരം, ഞങ്ങൾ എന്ത് ചെയ്യും, അതിനെ തിരുത്താൻ നിങ്ങളാര് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ധിക്കാരപരമായിട്ടുള്ളൊരു സമീപനമായിരുന്നു. അതിന് കൃത്യമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളിൽ പോലും 6 റൗണ്ട് പിണറായി വിജയൻ പിറകോട്ട് നിന്നു എന്ന് പറയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുക. മാത്രമല്ല, ഓരോ 100 മീറ്ററിലും പിണറായി വിജയന്റെ ഹോൾഡിങ്സ്, വലിയ ഫ്ലക്സ് ഹോൾഡിങ്സ് വെച്ചുകൊണ്ട് മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്നു. നോക്കൂ, 8-9 മാസമായിട്ടുള്ളൂ VS അച്യുതാനന്ദൻ എന്ന ഏറ്റവും ജനകീയനായിട്ടുള്ള CPM-ന്റെ നേതാവും ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്ന പാർട്ടിയുടെ സമുന്നത നേതാവ് അന്തരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും തിരഞ്ഞെടുപ്പിന് കണ്ടിട്ടുണ്ടോ? ഈ EMS-ന്റെ ചിത്രം കണ്ടിട്ടുണ്ടോ? നോക്കൂ, ജ്യോതി ബസുവിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടോ? നോക്കൂ, അത് പോട്ടെ, നായനായരുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് മാത്രം അദ്ദേഹത്തെ മാത്രം പ്രൊജക്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ധിക്കാരം മലയാളികൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ
സീറ്റിൽ മത്സരിപ്പിക്കുക എന്നുള്ള പടുവങ്കത്തരം അവർ കാണിച്ചു. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ആ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയും അവഗണിക്കുകയുമാണ് ചെയ്തത്. അതെല്ലാം അവരുടെ ഹാർഡ് കോർ പ്രവർത്തകരെയും അനുഭാവികളെയും പോലും വ്രണപ്പെടുത്തി. അതിനവർ ഈ പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഈ ധിക്കാരികൾ, ഈ കാലകയന്മാർ ഇല്ലാതാകണമെന്ന് അതിൻ്റെ അണികൾ തന്നെ തീരുമാനിച്ചതിൻ്റെ ഫലം തന്നെയാണ് ഇന്ന് വളരെ 26 സീറ്റിലേക്ക് പുറകോട്ട് പോയി. പിണറായി വിജയൻ തന്നെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നും എഴുന്നേറ്റ് വരേണ്ട ഒരു അവസ്ഥ വന്നത്. ഈ പാർട്ടിക്ക് ശരിക്കും ഒരു ദിശാസൂചികല, ഇത് നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെത്താനെന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ മാറ്റാനുള്ളൊരു താക്കീത് നൽകിയിരിക്കുകയാണ് പാർട്ടി. എന്തായാലും കേരളത്തിൽ മടങ്ങിവരവ്, വലിയ രീതിയിലെ മടങ്ങിവരവ് അസാധ്യമാകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഈ രീതിയിലാണെങ്കിൽ ഇനി മിക്കവാറും റിയാസിനെ പ്രതിപക്ഷ നേതാവായി വാഴിക്കാനാണ് സാധ്യത. പിണറായി വിജയന്റെ രീതികളെല്ലാം കൊണ്ട് കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല. ഈ പാർട്ടിയോട് കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ധിക്കാരവും അഹങ്കാരവും ഒരു പ്രസ്ഥാനത്തെയും മുന്നോട്ട് നയിക്കില്ല. കനൽ ഒരു തരിയും അണയുകയാണ്. അതിനൊരു പിടി അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.